നമസ്കാരം. വിഷു എന്നത് ഒരു ഉത്സവം മാത്രമല്ല, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ തുടക്കം കൂടിയാണ്. വിഷുവിന്റെ ഓർമ്മകളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ ഈ വിഷുവിന് ടീം മീഡിയ നിങ്ങളോടൊപ്പം കൂടുകയാണ്. നമുക്ക് വിഷുവിന്റെ കഥയും ഐതിഹ്യവും ചരിത്രവും ഒക്കെ അവിടെ ഇരുന്ന് സംസാരിക്കാം അല്ലെ? അപ്പൊ റെഡിയല്ലേ? വിഷു എന്നത് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. ചിലർക്ക് സന്തോഷം, ചിലർക്കത് ഓർമ്മകൾ, മറ്റു ചിലർക്കോ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം. വിഷു എന്ന് പറഞ്ഞാൽ സന്തോഷാണ്, ഓർമ്മയാണ്, അനുഭവമാണെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ അല്ലേ? പക്ഷെ വിഷു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എന്താ ഓടിയെത്തുന്നത്? എന്റെ മനസ്സിൽ ഓടി വരുന്നത് വിഷു സദ്യ. അപ്പൊ അസുവിന് വിഷു എന്ന് പറയുമ്പോൾ സദ്യയാണ് ഓർമ്മ വരുന്നത് അല്ലേ? സദ്യയിൽ ഏതൊക്കെ വിഭവങ്ങളാണ്? ആദ്യം തന്നെ നമ്മള് മട്ടരി ചോറ്, പിന്നെ സാമ്പാർ വരും, തോരൻ വരും, അവിയൽ വരും, പിന്നെ പുളിശ്ശേരി വരും, പിന്നെ എല്ലാം കൂടി കുഴച്ച് നന്നായി ഉണ്ട്. ആ ഒരു ഫീല് പ്രത്യേക സുഖ. ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ അസു? കാളൻ വന്നു, അവിയൽ വന്നു, അതാണോ ശരിക്കും ഓർമ്മ എന്ന് പറയുന്നത്? അതൊക്കെ തന്നെ ഓർമ്മ. പിന്നെ സാധാ സദ്യ അല്ലേ, നമ്മൾ അത് കഴിക്കുക. പിന്നെ പാലട തൃശ്ശൂർക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആണല്ലേ പാലട എന്ന് പറയുമ്പോ. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഉറക്കം. ഉറക്കം കൂടി വിഷു സദ്യയിൽ വന്നു എന്നാ പറയണപ്പോ. അതെ, എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്, വിഷുക്കട്ട എന്ന് പറഞ്ഞിട്ട്. വിഷുക്കട്ട ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? വിഷുക്കട്ട ഉണ്ടാക്കാറുണ്ട്. അമ്മയാണ് ഉണ്ടാക്കുക. പച്ചരിയും ശർക്കരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കാറാണ് പതിവ്. അത് ശരി. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സൈഡില് ഏറ്റവും കൂടുതൽ വിഷുക്കട്ടയാണ് അല്ലെ? കണ്ണൂർ ഭാഗത്തൊന്നും വിഷുക്കട്ടക്ക് അത്ര പ്രാധാന്യം. പ്രാദേശികമായിട്ട് വിഷുക്കണിയിലും വിഷു സദ്യയിലും ഒരുപാട് വ്യത്യാസമുണ്ട്. കണ്ണൂര്, തൃശ്ശൂര്, കാസർഗോഡ്, ഇങ്ങനെ ഓരോ ജില്ലയിലേക്ക് പോകുന്നതോറും പലതരം സദ്യയിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് എന്നാലും വിഷു സദ്യ എന്ന് പറയുമ്പോൾ ഒരു പാലടയുടെ ഒരു ഓർമ്മയുണ്ടല്ലേ നമുക്ക് നന്നായിട്ട്. നിരഞ്ജുവിന്റെ ഓർമ്മയിൽ എന്താണ് വിഷു വേഗം വരുന്നത് മനസ്സിലേക്ക്? എനിക്ക് വിഷു എന്ന് പറയുമ്പോ പടക്കാണ് ഓർമ്മ. അതായത് അച്ഛനെങ്ങനെ മേടിച്ചു കൊണ്ടുവരും, നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. പടക്കം കൊണ്ടുവരുന്നത് നമ്മുടെ അപ്പുറത്തുള്ള വീട്ടിലൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നുമല്ലോ അത് നമുക്ക് വേണം, പൊട്ടിക്കണം, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അച്ഛനെങ്ങനെ മേടിച്ചു കൊണ്ടുവരും. അപ്പം നമ്മളിങ്ങനെ ഏതൊക്കെ തരം, അതായത് ഓരോ കൊല്ലം കൂടുന്തോറും പുതിയ പുതിയ പടക്കങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പം നമ്മളതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എനിക്ക് ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ ഈ ബട്ടർഫ്ലൈയുടെ ആകൃതിയിലൊക്കെ വരുന്ന ഒരു പടക്കം ഉണ്ടായിരുന്നു. പടക്കം എന്ന് പറയുമ്പോൾ കമ്പിത്തിരി, പൂത്തിരി അങ്ങനെയുള്ള പടക്കാണോ അല്ല പൊട്ടുന്ന സംഭവങ്ങളാണോ? പൊട്ടുന്നത് എനിക്ക് പേടിയായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴാണ് നമുക്ക് പൊട്ടുന്നതിനോട് ക്രൈസ് വന്നത്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കമ്പിത്തിരി കത്തിക്കാനും കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പൊ പിന്നെ ഇത്തിരി കൂടി പൊട്ടണ ഐറ്റംസിനോടാണ് ഇത്തിരി കൂടി ഇഷ്ടം. ചെറുപ്പത്തിൽ അങ്ങനെ കമ്പിത്തിരി, പൂത്തിരി നല്ലൊരു ഓർമ്മയുണ്ടോ എന്തെങ്കിലും? ചെറുപ്പത്തിലെ ഓർമ്മ കമ്പിത്തിരി ഇങ്ങനെ അച്ഛനിങ്ങനെ മറ്റേ ഓമക്കായുടെ തണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അതിൽ കുത്തി തരും അല്ലേ, കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ഓർമ്മ. അപ്പൊ നമ്മളിങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോ നമുക്ക് തന്നെ ഒരു കെയർ ഉണ്ടല്ലോ, അതായത് പൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അതാണ് കമ്പിത്തിരിയും അങ്ങനെയൊക്കെ ഒരു ഓർമ്മ ഉള്ളത്. ആർദ്രുവിന്റെ മനസ്സിൽ എന്താണ് വിഷു? എന്റെ മനസ്സിൽ ആദ്യം വിഷു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് വിഷു കഴിഞ്ഞിട്ടാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ച് ഭയങ്കര എൻജോയ് ചെയ്യണ ഒരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് വരുന്ന സെലിബ്രേഷൻ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും തരും. അപ്പോൾ നമ്മളിങ്ങനെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ പറയും, നിനക്ക് എത്ര കിട്ടി, എനിക്ക് എത്ര കിട്ടി എന്ന് കൂട്ടി വെക്കും നമ്മൾ. പിന്നെ സ്കൂൾ തുറക്കണം വരെ നമ്മളത് കൂട്ടി വെച്ച് എന്തെങ്കിലും കാര്യത്തിനൊക്കെ എടുക്കും. ഞങ്ങളെല്ലാവരും വിഷുവിനെ കുറിച്ച് പറഞ്ഞു. ടീച്ചർക്ക് എന്താ വിഷുവിന്റെ ഓർമ്മകളെ കുറിച്ച് പറയാനുള്ളത്? എന്റെ ഓർമ്മയിൽ അസു ഈ വിഷുക്കണിയാണ്. ഇന്നത്തെ പോലെയല്ല അന്നത്തെ വിഷു. തലേ ദിവസം കണിയൊക്കെ ഒരുക്കി വെച്ച് അമ്മ രാവിലെ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തും. പിന്നെ കണ്ണുപൊത്തി വിഷുക്കണി കാണിക്കും. അമ്മയുടെ കൈകൾക്ക് ഒരു പ്രത്യേക തണുപ്പുണ്ടാവും. നിലവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ ആ കണി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒറ്റ നാണയം. ആ ഓർമ്മ അടുത്ത വിഷു വരെ അങ്ങനെ നീളും. കൃഷ്ണ അടുത്തുവാ ഉണ്ണിക്കണി കാണാൻ, ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ. ടീച്ചർ, ഒരു സംശയം, ഈ വിഷുക്കണി എന്തിനാണ് ഒരുക്കുന്നത്? അതിന്റെ പിന്നിലെ ഒരുപാട് ഐതിഹ്യമുണ്ട്. എന്താണത്? സത്വരജോ തമോ ഗുണമുള്ളവയാണ് വിഷുക്കണിക്ക് ഒരുക്കുക എന്ന് പറയാം. സത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം?
സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധി, സമാധാനം. അതിൻ്റെ പ്രതീകമായിട്ടാണ് കണിവെള്ളരി, കണിക്കൊന്ന, അതുപോലെ നിലവിളക്ക് ഇതൊക്കെ വെക്കുന്നത്. രജോ, രജസ് എന്നാണ്, അതായത് പ്രവർത്തനം, സമ്പത്ത് എന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ പിന്നെ നാണയങ്ങൾ, ഇതൊക്കെ സമ്പത്തിൻ്റെ പ്രതീകമാണ്. മൂന്നാമത്തേത് എന്താ? തമസ്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ഇരുട്ടിനെ, അജ്ഞാനത്തെ അകറ്റുക. അതിനാണ് നമ്മൾ കണ്ണാടിയിൽ സ്വന്തം രൂപത്തെ തന്നെ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ പിറകിൽ ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കണിയിൽ കാണുന്ന, എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഈ കണി വെള്ളരിയും കണിക്കൊന്നയും. അതിൻ്റെ എന്താണെന്ന് ടീച്ചർക്ക് അറിയോ? ഇതിൻ്റെ രണ്ടിൻ്റെയും നിറം എന്താ? മഞ്ഞ. മഞ്ഞയാണ്. മഞ്ഞ സ്വർണത്തിൻ്റെ നിറമാണ് അല്ലേ? അപ്പോൾ എന്താ കാണിക്കണേ? സമ്പത്ത് എന്നാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണിവെള്ളരിയും കണിക്കൊന്നയും ഒരുക്കുന്നത്. അപ്പൊ ടീച്ചറെ, ഈ വിഷുക്കണിയിൽ മാമ്പഴവും പഴമൊക്കെ വെക്കുന്നതിന്റെ ഐതിഹ്യം എന്താ? മാമ്പഴം സുബ്രഹ്മണ്യന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതുപോലെ പഴം ഉണ്ണിക്കണ്ണൻ്റെതാണ്. പഴവർഗ്ഗങ്ങൾ വെക്കുന്നതിനും പിറകിൽ ഇങ്ങനെ ഓരോ ഐതിഹ്യമുണ്ട്. അപ്പൊ ഈ ഷാരോത്ത ചക്ക എന്തിനാ വെക്കുന്നത്? ഇത് ഷാരോത്ത ചക്കയല്ല, മാർക്കറ്റിലെ ചക്കയാണ്. ഈ ചക്ക വെക്കുന്നതിന് പിറകിൽ ഒരു കാര്യമുണ്ട്. ചക്ക ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പൊ ടീച്ചറെ, ഈ കിണ്ടിയും ഗ്രന്ഥമൊക്കെ വെക്കണതിന്റെ ഐതിഹ്യം എന്താ? കിണ്ടി നമ്മളിങ്ങനെ കിഴക്കോട്ട് തിരിച്ചു വെക്കണം അല്ലേ? കിണ്ടിയിൽ ജലം നിറച്ചിട്ടാണ് വെക്കുക. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും കൂട്ടായ്മയാണ് കിണ്ടിയിലെ വെള്ളത്തിന് കാണിക്കുന്നത്. അതുപോലെ അർജുൻ എന്താ ചോദിച്ചേ? ഗ്രന്ഥം. ഗ്രന്ഥം. ഗ്രന്ഥം സരസ്വതീനെയാണ്. നമ്മുടെ അക്ഷരത്തിന്റെ ദേവിയായ സരസ്വതിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥം വെക്കുന്നത്. വിഷുവിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അതെ ടീച്ചറെ, എന്തിനാ ശ്രീകൃഷ്ണനെ വെക്കണത്? അതിന്റെ പിന്നിലേ വലിയൊരു കഥയുണ്ട്. കഥ പറഞ്ഞു തരട്ടെ ടീച്ചർ? പണ്ട് നരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ എന്ത് ചെയ്തു? സിദ്ധന്മാരെയും രാജാക്കന്മാരെയും ദേവന്മാരെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്തു? ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത്? ശ്രീകൃഷ്ണനെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ വിഷുവിന് ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളും ഉണ്ട്. വിഷു കാഴ്ചകൾ, വിഷുക്കണി, ഇപ്പോൾ ആവണിക്കുട്ടി ചോദിച്ചതുപോലെ അല്ലേ, ശ്രീകൃഷ്ണന്റെ പിറകിൽ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ വിഷു എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അപ്പോൾ നമുക്കൊരു ആശംസ പറഞ്ഞാലോ ആവണിക്കുട്ടി? ആയിക്കോട്ടെ. എല്ലാവർക്കും ടീം ഐഡിയയുടെ ഹാപ്പി വിഷു. പാടി കുഴലൂതി ചിലുചീലേന്നു കിലുങ്ങും